കടലിടുക്കിലെ തന്ത്രപ്രധാനമായ ജലപാതയിൽ അമേരിക്കൻ നാവികസേനയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും തമ്മിൽ നടന്ന നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഈ സൈനിക സംഘർഷത്തിൽ അമേരിക്കയുടെ 3 അത്യാധുനിക യുദ്ധക്കപ്പലുകൾക്ക് നേരെ തങ്ങൾ ഡയറക്ട് ഹിറ്റ് നടത്തിയെന്നാണ് ഇറാന്റെ പുതിയ അവകാശവാദം. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം US ഡിസ്ട്രോയറുകളായ USS ടെക്സ്റ്റൺ, USS മേസൺ, USS റാഫേൽ പെറാൾട്ട എന്നിവയ്ക്ക് നേരെയാണ് അതിശക്തമായ ആക്രമണമുണ്ടായത്. ഒരേ സമയം മിസൈലുകളും ചാവേർ ഡ്രോണുകളും അതിവേഗ ബോട്ടുകളും ഉപയോഗിച്ച് നടത്തിയ ബഹുതല ആക്രമണമാണ് അമേരിക്കൻ നാവികസേനയെ പ്രതിരോധത്തിലാക്കിയതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഈ ആക്രമണത്തിൽ 3 യുദ്ധക്കപ്പലുകൾക്കും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും പ്രഹരമേറ്റതിനെ തുടർന്ന് ഈ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പിൻവാങ്ങി ഒമാൻ കടലിലേക്ക് നീങ്ങിയെന്നുമാണ് IRGC വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. തങ്ങളുടെ ഒരു യുദ്ധക്കപ്പലിന് പോലും ആക്രമണത്തിൽ പോറലേറ്റിട്ടില്ലെന്ന് വാഷിംഗ്ടൺ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സാധാരണ സഞ്ചാരത്തിനിടെ ഇറാൻ ആക്രമണം നടത്തിയ കാര്യം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിൽ ഒന്നിലൂടെയാണ് ഗൾഫ് മേഖല കടന്നു പോകുന്നത്. ലോകത്തെ എണ്ണക്കടത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അതിവേഗ ബോട്ടുകൾ ഉപയോഗിച്ച് അമേരിക്കൻ ഡിസ്ട്രോയറുകളെ വളയാൻ ഇറാൻ ശ്രമിച്ചുവെന്നത് അതീവ ഗൗരവകരമാണ്. ഇറാന്റെ ആക്രമണം ആരംഭിച്ച ഉടൻ തന്നെ അമേരിക്കൻ സേന സ്വയം പ്രതിരോധത്തിനുള്ള ശക്തമായ തിരിച്ചടി നൽകി. ഇറാന്റെ മിസൈൽ ലോഞ്ച് പാഡുകൾ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി സെന്റകോം പ്രത്യാക്രമണം നടത്തി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദങ്ങൾ അവരുടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കാനും സൈനികരുടെ ആത്മവീര്യം കൂട്ടാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കരുതുന്നുണ്ട്. US യുദ്ധക്കപ്പലുകൾക്ക് നാശം സംഭവിച്ചു എന്ന വാർത്ത ലോകമാകെ പ്രചരിപ്പിക്കുന്നത് വഴി മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ സുരക്ഷാ ഗ്യാരണ്ടിയിലുള്ള വിശ്വാസം തകർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് യുദ്ധത്തിന് തൊട്ടു മുൻപുള്ള സാഹചര്യമാണ്. ഏത് നിമിഷവും മറ്റൊരു മിസൈൽ പ്രവാഹം ഉണ്ടാകാമെന്നതിനാൽ അമേരിക്കൻ കപ്പലുകൾ ഉയർന്ന ജാഗ്രതയിലാണ്. കപ്പലിലെ അത്യാധുനിക റഡാറുകളും പ്രതിരോധ മിസൈലുകളും എപ്പോഴും സജ്ജമാക്കിയിരിക്കുകയാണ്. ഈ സംഘർഷം ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. മിസൈൽ ആക്രമണം നടന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ എണ്ണവിലയിൽ പെട്ടെന്നുള്ള വർധനവ് രേഖപ്പെടുത്തി. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെടുമോ എന്ന ഭീതി അന്താരാഷ്ട്ര വിപണിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകളെ അയച്ച് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന രീതിയാണ് ഇറാൻ പരീക്ഷിക്കുന്നത്. ഇത്രയധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം നേരിടുമ്പോൾ ചില മിസൈലുകളെങ്കിലും കപ്പലുകളിൽ പതിക്കാൻ സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് IRGC. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാങ്കേതിക വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഈ ഏറ്റുമുട്ടലിൽ വലിയ ആശങ്കയിലാണ്. സൗദി അറേബ്യയും UAEയും തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇറാഖിനും സിറിയയ്ക്കും പുറമെ സമുദ്രത്തിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ കാണിച്ച ധൈര്യം ഈ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ മാറുന്നതിന്റെ സൂചനയായും ചിലർ വിലയിരുത്തുന്നുണ്ട്. ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ അമേരിക്കൻ കപ്പലുകൾക്ക് സമീപം സ്ഫോടനങ്ങൾ നടക്കുന്നത് കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. സൈനികമായ ഒരു വിജയത്തേക്കാൾ നയതന്ത്രപരമായ ഒരു മേൽക്കോയ്മയാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ മണ്ണിൽ നിന്ന് തൊടുക്കുന്ന മിസൈലുകൾക്ക് ലോകത്തെ ഏറ്റവും മികച്ച നാവികസേനയെ തടയാൻ കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നു. അതേസമയം അമേരിക്കൻ സേന ഒമാൻ കടലിലേക്ക് നീങ്ങിയത് കപ്പലുകൾക്ക് കേടുപാട് സംഭവിച്ചത് കൊണ്ടല്ലെന്നും മറിച്ച് തന്ത്രപരമായ പുനർവിന്യാസത്തിന്റെ ഭാഗമാണെന്നുമാണ് വാഷിംഗ്ടൺ പറയുന്നത്. ഇറാന്റെ പ്രകോപനങ്ങൾക്ക് തക്കതായി മറുപടി നൽകാൻ പുതിയൊരു താവളം ഒരുക്കുകയാണ് അമേരിക്കൻ ലക്ഷ്യം. ഈ സംഘർഷത്തിൽ ഇസ്രയേലിന്റെ പങ്കും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് പകരമായാണ് ഇറാൻ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത്.
അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് വലിച്ചിഴക്കുന്നത് വഴി ഇസ്രയേലിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാജ്യങ്ങളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിസൈൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മേഖലയെ തകർക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലാണ്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ പാതയിൽ ഇപ്പോൾ സുരക്ഷാ പരിശോധനകൾ കർശനമാണ്. വ്യാപാര കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഇപ്പോഴും രംഗത്തുണ്ട്. എന്നാൽ ഏത് നിമിഷവും ഇറാന്റെ ചാവേർ ബോട്ടുകൾ തങ്ങളെ ആക്രമിച്ചേക്കാം എന്ന ഭീതിയിലാണ് ഈ കപ്പൽ നീങ്ങുന്നത്. വരും ആഴ്ചകളിൽ മേഖലയിലെ സൈനിക വിന്യാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ കൂടുതൽ കരുത്തുറ്റ കപ്പലുകൾ മേഖലയിലേക്ക് എത്തുന്നത് ഇറാന് വലിയ ഭീഷണിയാകും. ഇതിനെ നേരിടാൻ ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഈ മിസൈൽ കൊടുങ്കാറ്റ് ലോക ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങളിൽ ഒന്നായി മാറുകയാണ്. ഇറാന്റെ അവകാശവാദങ്ങളും അമേരിക്കയുടെ നിഷേധങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ഒരേ സമയം യുദ്ധക്കളത്തിലും മാധ്യമങ്ങളിലും നടക്കുന്നു. തകർന്നത് അമേരിക്കയുടെ കപ്പലുകളാണോ അതോ ഇറാന്റെ സൈനിക വ്യാമോഹങ്ങളാണോ എന്നത് വരും ദിവസങ്ങളിലെ തെളിവുകൾ വ്യക്തമാക്കും. പശ്ചിമേഷ്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം അതീവ നിർണായകമാണ്. ആഗോള സമാധാനത്തിന് വലിയൊരു വെല്ലുവിളിയായി ഈ പ്രശ്നം വളർന്നു കഴിഞ്ഞു. ലോകം മുഴുവൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്.